നമസ്കാരം. ഈ വീഡിയോ നിങ്ങൾ മുഴുവൻ കാണാതെ പോകരുത്. ഒരുപക്ഷെ നിങ്ങളുടെ സമ്പാദ്യം, ഇതുവരെ നിങ്ങൾ സമ്പാദിച്ച സമ്പാദ്യം ഒറ്റയടിക്ക് നഷ്ടപ്പെട്ടു എന്ന് വരാം. നിങ്ങൾ ചതിക്കപ്പെട്ടു എന്ന് വരാം. കോടികൾ അല്ലെങ്കിൽ നിങ്ങൾ ഉണ്ടാക്കിയ ലക്ഷങ്ങൾ ഒക്കെ ചിലപ്പോൾ വെള്ളത്തിൽ വരച്ച വര പോലെ ആയി എന്ന് വരാം. അതിനുള്ള സാധ്യത ഇവിടെ ഉണ്ട്. അത് അറിയാതെ പലരും ആ കുഴിയിലേക്ക് ചാടാൻ കാത്തു നിൽക്കുന്നുണ്ട്. അതേക്കുറിച്ചാണ് ഈ വീഡിയോയിൽ വളരെ വിശദമായിട്ട് പറയുന്നത്. പശ്ചിമഘട്ട സംരക്ഷണവും വെസ്റ്റേൺ ഘാട്സ് ഇക്കോളജിക്കലി സെൻസിറ്റീവ് ഏരിയ അഥവാ ESA വിജ്ഞാപനവും ഇന്ന് കേരളത്തിലുടനീളം വലിയ ചർച്ചകൾക്കാണ് വഴിവെച്ചിരിക്കുന്നത്. 2026 ജൂലൈ 27 കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയം വെസ്റ്റേൺ ഘാട്സ് ESA സംബന്ധിച്ചിട്ടുള്ള 7ാമത്തെ ഡ്രാഫ്റ്റ് നോട്ടിഫിക്കേഷൻ പുറത്തിറക്കിയത്. ആദ്യം തന്നെ ഒരു കാര്യം വ്യക്തമായി പറയട്ടെ, ഇത് സർക്കാരിന്റെ അന്തിമ തീരുമാനമല്ല, മറിച്ച് പൊതുജനങ്ങളുടെയും വിവിധ സംസ്ഥാന സർക്കാരുകളുടെയും അഭിപ്രായങ്ങളും ആശങ്കകളും എതിർപ്പുകളുമൊക്കെ പറയുന്നതിനായി പുറത്തിറക്കിയിട്ടുള്ള ഒരു കരട് അഥവാ ഒരു ഡ്രാഫ്റ്റ് നോട്ടിഫിക്കേഷൻ മാത്രമാണ്. എന്താണ് ഈ വിജ്ഞാപനത്തിന്റെ പ്രധാന ലക്ഷ്യം എന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാം. ലോകത്തിലെ തന്നെ ഏറ്റവും സമ്പന്നമായ ജൈവ വൈവിധ്യ മേഖലകളൊന്നാണ് നമ്മുടെ ഈ പശ്ചിമഘട്ടം എന്ന് നമുക്കറിയാലോ. ദക്ഷിണേന്ത്യയിലെ ഭൂരിഭാഗം ജനങ്ങളുടെയും ജീവനാഡിയായ നിരവധി നദികളുടെ ഉത്ഭവ കേന്ദ്രവും അപൂർവങ്ങളിൽ അപൂർവമായിട്ടുള്ള സസ്യതന്തു ജന്തുജാലങ്ങളുടെ ആവാസ കേന്ദ്രവും കാലാവസ്ഥ വ്യതിയാനത്തെ തടഞ്ഞു നിർത്തുന്ന പ്രകൃതിയുടെ വലിയൊരു പ്രതിരോധ മതിലുമൊക്കെയാണ്. ഈ പശ്ചിമഘട്ടത്തെ വരും തലമുറയ്ക്കായി സംരക്ഷിക്കുക എന്നതാണ് ഈ ഡ്രാഫ്റ്റ് നോട്ടിഫിക്കേഷന്റെ പ്രാഥമിക ലക്ഷ്യം. ഇപ്പോ കാര്യത്തിലേക്ക് ഒരു അല്പമൊക്കെ നിങ്ങൾ ശ്രദ്ധ എത്തിത്തുടങ്ങിയിട്ടുണ്ടെന്ന് എനിക്കറിയാം. എന്നാൽ അതേസമയം തന്നെ പ്രകൃതി സംരക്ഷണത്തോടൊപ്പം അവിടെ ജീവിക്കുന്ന സാധാരണക്കാരായ മനുഷ്യരുടെ വികസനം, അവരുടെ ജീവിത മാർഗങ്ങളും തമ്മിൽ ഒരു കൃത്യമായിട്ടുള്ള സന്തുലിതാവസ്ഥ നിലനിർത്താനും സർക്കാർ ഇതിലൂടെ ശ്രമിക്കുന്നു. ഇത് രണ്ടും കൂടെ എങ്ങനെയാ ചേരുക നോക്കാം നമുക്ക്. ഇതിലെ 6 സംസ്ഥാനങ്ങളിലായി വ്യാപിച്ചു കിടക്കുന്ന 56,825.7 ചതുരശ്ര കിലോമീറ്റർ പ്രദേശമാണ് ഇക്കോളജിക്കലി സെൻസിറ്റീവ് ഏരിയ ആയിട്ട് ഇപ്പോൾ നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ളത്. ഇതില് കേരളത്തിൽ മാത്രം 9,993.7 ചതുരശ്ര കിലോമീറ്റർ പ്രദേശം ഉൾപ്പെടുന്നുണ്ട്. കേരളത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ഈ പ്രദേശത്തില് 9,107 ചതുരശ്ര കിലോമീറ്റർ പൂർണ്ണമായിട്ടും വനപ്രദേശമാണ്. വനേതര പ്രദേശമായി വരുന്നത് 886.7 ചതുരശ്ര കിലോമീറ്റർ മാത്രമാണ്. ഈ മലബാർ മേഖലയിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഞാൻ ഇതിനെ മലബാർ മേഖലയെ ഫോക്കസ് ചെയ്തുകൊണ്ട് സംസാരിക്കുന്നത്, മറ്റു മേഖലകളും അവരുടെ മേഖലയായി ഇതിനെ കണ്ടാൽ മതി. അങ്ങനെ കാണുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാക്കാൻ പറ്റും. ഇപ്പോൾ ഹൈറേഞ്ച് മേഖലയാണെന്നുണ്ടെങ്കിൽ ഞാൻ മലബാർ എന്ന് പറയുമ്പോൾ നിങ്ങളത് ഹൈറേഞ്ച് എന്ന് കേട്ടാൽ മതി. ഇപ്പോൾ മലപ്പുറം ജില്ലയിലെ നിലമ്പൂർ താലൂക്കില് 10 പ്രധാന വില്ലേജുകളാണ് നിലവിൽ ESA നിർദ്ദേശത്തിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. ഇവിടെയാണ് നാം അതീവ ജാഗ്രത പുലർത്തേണ്ട ഒരു പ്രധാന വിഷയം ഉയർന്നു വരുന്നത്. വിശാലമായ മലയോര മേഖലകളിലും വനമേഖലയോട് ചേർന്ന് കിടക്കുന്ന പ്രദേശങ്ങളിലും നടക്കുന്ന റിയൽ എസ്റ്റേറ്റ് തട്ടിപ്പുകളാണ്. മലപ്പുറത്തിന്റെ മലയോര മേഖലകളിൽ ഏക്കർ കണക്കിന് ഭൂമിയുള്ള ചില വൻകിട ഭൂവുടമകൾ, നമ്മൾ ഈ അച്ചായന്മാരെന്ന് വിളിക്കൂലേ, അവർ തന്നെ പണ്ട് വെട്ടിപ്പിടിച്ചവരും അല്ലാത്തവരുമായിട്ടുള്ള അവരടക്കമുള്ള ഏതാനും പേർ അല്ലെങ്കിൽ കുറെ പേർ പുതിയ ഡ്രാഫ്റ്റ് നോട്ടിഫിക്കേഷന്റെ ആഴവും വ്യാപ്തിയും അത് കൃത്യമായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞു. ഇനി എങ്ങനെയാണ് ഭാവിയിൽ അത് നടപ്പിലാക്കുക എന്ന് കൃത്യമായി നടപ്പിലാക്കി കഴിഞ്ഞു. നടപ്പിലാകും, അക്കാര്യത്തിൽ തർക്കം വേണ്ട. ഇപ്പോ കരടാണെന്നുണ്ടെങ്കിൽ നടപ്പിലാകും. പക്ഷെ അതിന്റെ ആഴവും വ്യാപ്തിയും എത്രത്തോളം വരുമെന്ന് അവർ ഇന്നേ മനസ്സിലാക്കി കഴിഞ്ഞു. ഈ പ്രദേശങ്ങളിൽ ഭാവിയിൽ വലിയ തോതിലുള്ള വികസനങ്ങളോ അല്ലെങ്കിൽ വൻകിട നിർമ്മാണങ്ങളോ നടക്കില്ല എന്നും നാളെ ഭൂമിയുടെ കച്ചവട സാധ്യതകൾ അവിടെ നടക്കില്ല, കുറയും എന്ന് മനസ്സിലാക്കിയിട്ടുള്ള ഇവർ സാധാരണക്കാരായ മനുഷ്യരെയും ചെറുകിട നിക്ഷേപകരെയും അതുപോലെ റിയൽ എസ്റ്റേറ്റ് ഇതൊന്നും അറിയാത്ത സാധാരണക്കാരെയൊക്കെ പറ്റിച്ചിട്ട് സൂത്രത്തിൽ അവരുടെ ഭൂമി വിറ്റടിച്ചിട്ട് തടി തപ്പാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അറിയാതെ പോകുന്ന പാവപ്പെട്ട മനുഷ്യരാണ് ഈ ചതിക്കുഴി ചെന്ന് വീഴാൻ പോകുന്നത്. ഈ വിവരങ്ങളൊന്നും അറിയാതെ, കഥയൊന്നും അറിയാതെ ഈ മേഖലകളിൽ റിയൽ എസ്റ്റേറ്റ് ബിസിനസ് ഇപ്പോൾ അതിവേഗം പുരോഗമിക്കുകയാണ്. ചെറിയ തുകയ്ക്ക് ഭൂമി സ്വന്തമാക്കി 10-50 സെന്റ് വീതം മുറിച്ചു വെക്കാം, അല്ലെങ്കിൽ കരാറെടുത്ത് വീട് വെച്ച് നൽകാം എന്നൊക്കെയുള്ള ഒരു വ്യാമോഹങ്ങളിലാണ് ഈ പാവപ്പെട്ട കർഷകരും സാധാരണക്കാരും തങ്ങളുടെ അധ്വാനിക്കുന്ന പണം ഇതിലേക്ക് എറിഞ്ഞു കൊടുക്കുന്നത്. എന്നാൽ യാഥാർത്ഥ്യം അതല്ല. ഇതിൽ നിക്ഷേപിക്കുന്നത് കൊണ്ട്, ഇങ്ങനെ വാങ്ങാൻ വേണ്ടി ചില വൻകിടക്കാർക്ക് വേണ്ടിയിട്ട് നിക്ഷേപിക്കുന്നത് കൊണ്ട് പണം, നമുക്കറിയാലോ ഇതിനു മുമ്പ് അത്തരത്തിൽ നിക്ഷേപിച്ചിട്ടുള്ള പണം മുഴുവൻ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. അത് വീണ്ടും ആവർത്തിക്കാൻ പോവാണ്. ഇത്തരത്തില് പരിസ്ഥിതി ലോല മേഖലകളിൽ വലിയ നിർമ്മാണം നടത്തി വീടുകൾ നിർമ്മിച്ച് നൽകുന്നതിനോ അല്ലെങ്കിൽ വലിയ പ്ലോട്ടുകളാക്കി മാറ്റിമറിച്ച് അല്ലെങ്കിൽ മുറിച്ച് വിൽക്കുന്നതിനോ നാളെ വലിയ നിയമ തടസ്സങ്ങൾ ഉണ്ടാകും എന്നുറപ്പാണ്. പരമ്പരാഗത കൃഷിയും അല്ലെങ്കിൽ അനുബന്ധ ജോലികളും ഒക്കെ അതൊന്നും അല്ലാതെ മറ്റ് വലിയ രീതിയിലുള്ള റിയൽ എസ്റ്റേറ്റ് വാണിജ്യ ആവശ്യങ്ങൾക്ക് ഈ ഭൂമി ഉപയോഗിക്കാൻ കഴിയില്ല എന്ന
ഒരു വലിയ യാഥാർത്ഥ്യം പാവപ്പെട്ട ജനങ്ങൾ തിരിച്ചറിയാതെ പോവുകയാണ് ഇവിടെ. വലിയ വലിയ റിയൽ എസ്റ്റേറ്റ് വാഗ്ദാനങ്ങളിൽ വീഴുന്നതിന് മുമ്പ് അവിടുത്തെ നിയമവശങ്ങൾ ഓരോരുത്തരും കൃത്യമായി അന്വേഷിക്കണം, അവരത് മനസ്സിലാക്കണം. ഇനി ഈ ESA മേഖലകളിൽ പൂർണ്ണമായിട്ടും നിരോധിക്കാൻ നിർദ്ദേശിച്ചിട്ടുള്ള മറ്റ് ചില വിനാശകരമായിട്ടുള്ള പ്രവർത്തനങ്ങളുണ്ട്. അതെന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ഒന്നാമതായിട്ട് ഇവിടെ പുതിയ ഖനന പ്രവർത്തനങ്ങൾ, കരിങ്കൽ ക്വാറികൾ അല്ലെങ്കിൽ പുഴയിൽ നിന്നുള്ള മണൽ ഖനനം, ഇതൊക്കെ പൂർണ്ണമായിട്ടും വിലക്കും. ഇനി നിലവിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ക്വാറികളും ഖനികളും ഉണ്ടെങ്കിൽ അന്തിമ വിജ്ഞാപനം നിലവിൽ വന്ന് 5 വർഷത്തിനുള്ളിലോ അല്ലെങ്കിൽ അവയുടെ നിലവിലുള്ള ലീസ് കാലാവധി അവസാനിക്കുമ്പോഴോ ഏതാണോ ആദ്യം സംഭവിക്കുന്നത് അപ്പോൾ തന്നെ അവയുടെ പ്രവർത്തനം പൂർണ്ണമായി അവസാനിപ്പിക്കേണ്ടി വരും. രണ്ടാമതായി വായുവും പരിസ്ഥിതിയുമാണ് മലിനമാക്കുന്ന പുതിയ തെർമൽ പവർ പ്ലാന്റുകൾ സ്ഥാപിക്കാനോ നിലവിലുള്ളവ വികസിപ്പിക്കാനോ ഒരു തരത്തിലുള്ള അനുമതി ഉണ്ടാവില്ല. ക്രഷർ യൂണിറ്റുകളൊന്നും ഉണ്ടാവില്ല എന്ന് തന്നെയാണ് പറയുന്നത്. മൂന്നാമതായിട്ട് റെഡ് കാറ്റഗറിയിൽ പെടുന്ന, അതായത് അന്തരീക്ഷത്തിലേക്കും ജലാശയങ്ങളിലേക്കും ഉയർന്ന തോതിൽ മലിനീകരണം തള്ളുന്ന വ്യവസായ സ്ഥാപനങ്ങളുടെ പുതിയ യൂണിറ്റുകൾ സ്ഥാപിക്കുന്നതും നിലവിലുള്ളവ വികസിപ്പിക്കുന്നതും കർശനമായി നിരോധിക്കും. അതായത് കുറെ സ്ഥലം ഇങ്ങനെ ചുളുവിന് കിട്ടുമ്പോൾ ആ ചുളുവിന് കിട്ടുന്ന സ്ഥലത്ത് നമുക്കൊരു കമ്പനി അങ്ങ് തുടങ്ങിക്കളയാം എന്ന് ആരെങ്കിലും വിചാരിക്കുന്നുണ്ടെങ്കിൽ ആ വെള്ളം അങ്ങ് വാങ്ങി വെച്ചേക്കാനാണ് പറയുന്നത്. നാലാമത്തെ കാര്യം എന്ന് പറയുന്നത് 20,000 ചതുരശ്ര മീറ്ററോ അതിൽ കൂടുതലോ ബിൽറ്റപ്പ് ഏരിയ വരുന്ന കൂറ്റൻ കെട്ടിട സമുച്ചയങ്ങൾ, ഷോപ്പിംഗ് മാളുകൾ, ഫ്ളാറ്റുകൾ, ഇവയ്ക്കൊന്നിനും ഒരു അനുമതിയും കിട്ടുമെന്ന് പ്രതീക്ഷിക്കേണ്ടതില്ല. റിസോർട്ടുകൾക്കോ അല്ലെങ്കിൽ അതുപോലുള്ള കാര്യങ്ങളൊന്നും നിങ്ങൾ സ്വപ്നം കാണേണ്ട കിട്ടില്ല. അഞ്ചാമതായി 50 ഹെക്ടറോ അതിൽ കൂടുതലോ വിസ്തീർണമുള്ള വലിയ ടൗൺഷിപ്പ് പദ്ധതികൾ, വൻകിട ഏരിയ ഡെവലപ്മെന്റ് പദ്ധതികൾ, അതൊന്നും ഈ ESA മേഖലയിൽ ഒരു കാരണവശാലും അനുവദിക്കില്ല. എന്നാൽ പലരും പ്രചരിപ്പിക്കുന്നത് പോലെ എല്ലാവിധ വികസന പ്രവർത്തനങ്ങളും ഇവിടെ പൂർണ്ണമായി നിരോധിക്കുക അല്ല ചെയ്യുന്നത്. പരിസ്ഥിതിക്ക് അനുയോജ്യമായിട്ടുള്ള ചില പദ്ധതികൾക്ക് വ്യവസ്ഥകളോടെ അനുമതി ലഭിക്കും. ഹൈഡർ പവർ പദ്ധതികൾ, പരിസ്ഥിതി സൗഹൃദ ഹോട്ടലുകൾ, റിസോർട്ടുകൾ, വലിയ തോതിലുള്ള കാർഷിക ഭൂവിനിയോഗ മാറ്റങ്ങൾ, അടിസ്ഥാന സൗകര്യ വികസനത്തിന്റെ ഭാഗമായിട്ടുള്ള റോഡ് നിർമ്മാണം, വൈദ്യുതി ലൈനുകൾ സ്ഥാപിക്കൽ തുടങ്ങിയ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കർശനമായിട്ടുള്ള പരിസ്ഥിതി മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ടും ആവശ്യമായ കേന്ദ്ര സംസ്ഥാന അനുമതികൾ നേടിയെടുത്തുകൊണ്ടും മാത്രം നടപ്പിലാക്കാൻ സാധിക്കും. അതോടൊപ്പം വനഭൂമി മറ്റ് ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കേണ്ടി വരുന്ന സാഹചര്യങ്ങളിൽ ഫോറസ്റ്റ് റൈറ്റ്സ് ആക്ട് പ്രകാരം ബന്ധപ്പെട്ട പ്രദേശത്തെ ഗ്രാമസഭയുടെ അനുമതി കൂടി നേടിയിരിക്കണം എന്നുള്ള ഒരു സൂചന കൂടി അതിന്റെ കൂട്ടത്തിലുണ്ട്. ഇനി നമ്മൾ ചിന്തിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് സാധാരണക്കാരായ സാധാരണ മനുഷ്യർ, അവരെയും കർഷകരെയും ഇതെങ്ങനെയാണ് ബാധിക്കുക എന്നതാണ്. ESA പ്രഖ്യാപിക്കുന്നത് കൊണ്ട് ഇവിടെ ജീവിക്കുന്ന സാധാരണക്കാരായ ജനങ്ങളുടെ ജീവിതം അവസാനിക്കുമെന്നോ അവരുടെ സ്വന്തം ഭൂമി സർക്കാർ ബലമായി ഏറ്റെടുക്കുമെന്നോ ഈ ഡ്രാഫ്റ്റ് നോട്ടിഫിക്കേഷനിൽ ഒരിടത്തും ഉണ്ട് എന്ന് ആരെങ്കിലും പ്രചരിപ്പിക്കുന്നത് തെറ്റാണ്. അങ്ങനെ ഒന്നില്ല. ജനങ്ങളിൽ ഭീതി പരത്തുന്ന ചില വ്യാജ പ്രചരണങ്ങൾ ഉണ്ട്, അതിലൊന്നും വീണു പോണ്ട. നിലവിലുള്ള കൃഷിരീതികൾ, തോട്ടവിള കൃഷി, പ്ലാന്റേഷൻ, ഡയറി ഫാമുകൾ, ഹോർട്ടിക്കൾച്ചർ, മത്സ്യബന്ധനം തുടങ്ങിയ പരമ്പരാഗത ജീവന മാർഗങ്ങൾ ജനങ്ങൾക്ക് തുടർന്നും ഒരു തടസ്സവുമില്ലാതെ അങ്ങനെ തന്നെ നടത്താം. അതോടൊപ്പം ജൈവ കൃഷിയും അതുപോലെ മഴവെള്ള സംഭരണം പോലെയുള്ള പ്രകൃതി സൗഹൃദപരമായിട്ടുള്ള പ്രവർത്തനങ്ങളെ സർക്കാർ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യും. സാധാരണ മനുഷ്യര് അവര് കഷ്ടപ്പെട്ട് അധ്വാനിച്ചുണ്ടാക്കിയ വീടുകളുടെ അറ്റകുറ്റപ്പണികൾ നടത്തുന്നതിനോ അവ നവീകരിക്കുന്നതിനോ അല്ലെങ്കിൽ കുടുംബത്തിന്റെ ആവശ്യങ്ങൾക്കനുസരിച്ച് അനുവദനീയമായ പരിധികളിൽ നിന്നുകൊണ്ട് വീടുകൾ വിപുലീകരിക്കുന്നതിനോ വലുതാക്കുന്നതിനോ യാതൊരുവിധ വിലക്കുകളും ഇല്ല. ESA മേഖലയായി വ്യാപിച്ചു എന്നതുകൊണ്ട് മാത്രം ഒരാളുടെയും ഭൂമിയുടെ ഉടമസ്ഥാവകാശം നഷ്ടപ്പെടുകയോ ജനങ്ങളെ അവിടെ നിന്ന് നിർബന്ധിച്ച് കുടിയൊഴിപ്പിക്കുകയോ ചെയ്യില്ല എന്ന് ഡ്രാഫ്റ്റ് വളരെ വ്യക്തമായി അടിവരയിട്ട് പറയുന്നുണ്ട്. ഇത് ഡ്രാഫ്റ്റ് ആണ്, ചിലപ്പോ അനിവാര്യ മാറ്റങ്ങൾ പിന്നീട് വന്നേക്കാം. കൂടാതെ സ്കൂളുകൾ, പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ ഉൾപ്പെടെയുള്ള അടിസ്ഥാന പൊതു സൗകര്യങ്ങൾ ആവശ്യമായ സർക്കാർ അനുമതികളോടെ ഈ മേഖലയിൽ സ്ഥാപിക്കാനും സാധിക്കുമെന്ന് പറയുന്നുണ്ട്. അതൊക്കെ വീണ്ടും നമുക്ക് കൊണ്ടുവരാൻ പറ്റും. അതുകൊണ്ട് അവസാനം ഒരിക്കൽ കൂടി ഒന്ന് ഓർമ്മിപ്പിക്കട്ടെ, ഇത് സർക്കാരിന്റെ അന്തിമ തീരുമാനമല്ല, കേവലം ഒരു കരട് വിജ്ഞാപനം അഥവാ ഒരു ഡ്രാഫ്റ്റ് നോട്ടിഫിക്കേഷൻ മാത്രമാണ്. ഈ ഡ്രാഫ്റ്റിനെ കുറിച്ച് പൊതുജനങ്ങൾക്കും സന്നദ്ധ സംഘടനകൾക്കും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കും ജനപ്രതിനിധികൾക്കും ഒക്കെ സംസ്ഥാന സർക്കാരിനും ഒക്കെ തങ്ങളുടെ അഭിപ്രായങ്ങളും ഭേദഗതികളും എതിർപ്പുകളും ഒക്കെ അറിയിക്കാൻ 60 ദിവസത്തെ സമയം അനുവദിച്ചിട്ടുണ്ട്. ലഭിക്കുന്ന ഏത് അഭിപ്രായങ്ങളും വിദഗ്ധ സമിതികൾ വിശദമായി പരിശോധിച്ച ശേഷമായിരിക്കും കേന്ദ്ര സർക്കാർ അന്തിമ നോട്ടിഫിക്കേഷൻ പുറത്തിറക്കുക. അന്തിമ വിജ്ഞാപനം വന്നതിന് ശേഷമായിരിക്കും ഇതിന്റെ മേൽനോട്ടത്തിനായി പ്രത്യേക മോണിറ്ററിംഗ് കമ്മിറ്റികൾ രൂപീകരിക്കുന്നതും സംസ്ഥാന സർക്കാർ സമർപ്പിക്കുന്ന നിർദ്ദേശങ്ങളും ജനങ്ങളുടെ അഭിപ്രായങ്ങളും നിഷ്പക്ഷമായി പഠിച്ച ശേഷമേ അന്തിമ അതിർത്തികൾ നിശ്ചയിക്കൂ. അന്തിമ വിജ്ഞാപനം വന്നതിന് ശേഷമായിരിക്കും
ഇതിന്റെ മേൽനോട്ടത്തിനായിട്ട് പ്രത്യേക മോണിറ്ററിംഗ് കമ്മിറ്റികൾ രൂപീകരിക്കുന്നത്. സംസ്ഥാന സർക്കാരുകൾ സമർപ്പിക്കുന്ന നിർദ്ദേശങ്ങളും ജനങ്ങളുടെ അഭിപ്രായങ്ങളും നിഷ്പക്ഷമായി പഠിച്ച ശേഷമേ അന്തിമ അതിർത്തികൾ എങ്ങനെയാണ് എന്ന് നിശ്ചയിക്കുള്ളൂ. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ചില കേന്ദ്രങ്ങൾ പ്രചരിപ്പിക്കുന്നത് പോലെ ഈ നോട്ടിഫിക്കേഷൻ വന്നതോടെ ജനങ്ങൾക്ക് ഭൂമി നഷ്ടപ്പെടുമെന്നോ കുടിയൊഴിപ്പിക്കപ്പെടുമെന്നോ ഉള്ള ഭീതിക്ക് യാതൊരു ശാസ്ത്രീയ അടിസ്ഥാനവും ഇല്ല എന്ന് മനസ്സിലാക്കണം. എന്നാൽ അതേസമയം പ്രകൃതിയെ ചൂഷണം ചെയ്യുന്ന ക്വാറികള്, മലിനീകരണ വ്യവസായ സ്ഥാപനങ്ങള്, വൻകിട റിയൽ എസ്റ്റേറ്റ് പദ്ധതികൾ എന്നിവയ്ക്ക് കർശന തടസ്സങ്ങൾ ഉണ്ടാകും എന്ന് ഒരു യാഥാർത്ഥ്യമാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അതൊക്കെ മൊത്തത്തിൽ ഒന്ന് വാങ്ങി കൂട്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാം, മുറിച്ചു വിൽക്കാം എന്നുള്ള ധാരണ വല്ലതും ഉണ്ടെങ്കിൽ അതങ്ങ് വെള്ളം വാങ്ങി വെക്കാൻ പറഞ്ഞത്. അത് മനസ്സിലാക്കി വൻകിടക്കാർ നടത്തുന്ന റിയൽ എസ്റ്റേറ്റ് കെണികളിൽ ചെന്ന് പെടാതെ സാധാരണക്കാർ സൂക്ഷിക്കുക. അന്തിമ വിജ്ഞാപനം വരുമ്പോൾ പൊതുജനങ്ങളുടെയും കർഷകരുടെയും ഒക്കെ താല്പര്യങ്ങൾ സംരക്ഷിക്കപ്പെടുന്ന രീതിയിൽ മാറ്റങ്ങൾ വരാനുള്ള സാധ്യതകൾ നിലനിൽക്കുന്നുണ്ട്. Different angles. Don't forget to subscribe and support this channel.